നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂലൈ മാസം 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് റാവാഡ എ ചന്ദ്രശേഖർ. അപ്പൊ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? റാവാഡ എ ചന്ദ്രശേഖർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് GOI സ്റ്റാറ്റ്സ്. അപ്പോൾ പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് GOI സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ പണപ്പെരുപ്പം, വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പാണ് GOI സ്റ്റാറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻ സെമിക്കോൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻ സെമിക്കോൺ ആണ്. നെക്സ്റ്റ്, വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദലൈ ലാമ. അപ്പോൾ വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? ദലൈ ലാമയാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരിയാണ് ദിവ്യാൻഷി ഭൗമിക്. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ 2025 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരിയാരാണ്? ദിവ്യാൻഷി ഭൗമിക് ആണ്. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു വേദി. അതിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരിയാണ് ദിവ്യാൻഷി ഭൗമിക്. അടുത്ത ക്വസ്റ്റ്യൻ, ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതികൾ നടപ്പിലാക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച പരിപാടിയാണ് ആദി കർമ്മയോഗി. ആദിവാസി ക്ഷേമ പദ്ധതികൾ മികച്ച രീതികൾ നടപ്പിലാക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം ആരംഭിച്ച പരിപാടിയുടെ പേരാണ് ആദി കർമ്മയോഗി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട കപ്പലാണ് INS തമാല്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട കപ്പലാണ് INS തമാല്. 2025 ജൂലൈ 1-നാണ് ഈ കപ്പൽ കമ്മീഷൻ ചെയ്തത്. 2025 ജൂലൈ 1-നാണ് INS തമാല് കമ്മീഷൻ ചെയ്തത്. വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പലാണ് INS തമാല്. 125 മീറ്റർ ആണ് ഈ കപ്പലിന്റെ നീളം എന്ന് പറയുന്നത്. അതേപോലെ റഷ്യയിലെ യാന്തർ കപ്പശാലയിലാണ് ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട കപ്പൽ ചോദിച്ചാൽ ഏതാണ്? INS തമാലാണ്. INS തമാല് കമ്മീഷൻ ചെയ്തത് 2025 ജൂലൈ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഉരുളൻകിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ മേഖലാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. അന്താരാഷ്ട്ര ഉരുളൻകിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ മേഖലാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. അന്താരാഷ്ട്ര ഉരുളൻകിഴങ്ങ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ലിമയിലാണ്. പെറുവിലെ ലിമയിലാണ് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ദക്ഷിണേഷ്യൻ മേഖലാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആഗ്രയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ GI ടാഗ് പദവി ലഭിച്ച മഹാരാഷ്ട്രയിലെ ഉൽപ്പന്നമാണ് കൊലാപൂരി ചപ്പല്. അപ്പോൾ അടുത്തിടെ GI ടാഗ് പദവി ലഭിച്ച മഹാരാഷ്ട്രയിലെ ഉൽപ്പന്നമാണ് കൊലാപൂരി ചപ്പൽ. അല്ലെങ്കിൽ അടുത്തിടെ GI ടാഗ് ലഭിച്ച കൊലാപൂരി ചപ്പൽ എവിടുത്തെ ഉൽപ്പന്നമാണ്? മഹാരാഷ്ട്രയിലെ ഉൽപ്പന്നമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുന്ന തുൾബുൾ ജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചലം നദിയിൽ. ജമ്മു കാശ്മീരിലെ ചലം നദിയിലാണ് തുൾബുൾ ജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? കേന്ദ്ര സർക്കാർ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് തുൾബുൾ ജലവൈദ്യുത പദ്ധതി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ചലം നദി, ജമ്മു കാശ്മീരിലെ ചലം നദിയിലാണ് തുൾബുൾ ജലപദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ കുടക്കീഴിലാക്കി പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് റെയിൽ വൺ. റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒറ്റ കുടക്കീഴിലാക്കി പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് റെയിൽ വൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹി. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കങ്കണ റാവത്ത്. അതേപോലെ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ വിരാജ് എന്ന് പറയുന്ന യങ് എലിഫന്റ് ആണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഷാഹിബാബാദ്. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? മർക്കേറ്റ വോൺഡ്രസോവ. മർക്കേറ്റ വോൺഡ്രസോവയാണ് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീട ജേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മന്ദാനി. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മന്ദാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് പരാഗ് ജെയിൻ. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് റോ, റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ്. റിസർച്ച് ആൻഡ് അനാലിസ്റ്റ് വിങ്ങിന്റെ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് പരാഗ് ജെയിൻ. അപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസ്റ്റ് വിങ്ങിന്റെ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? പരാഗ് ജെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിലാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഒമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യമാണ് ഇറാൻ. അടുത്തിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇറാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. 68 പോയിന്റോട് കൂടിയാണ് പഞ്ചാബ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? രണ്ടാം സ്ഥാനമാണ് കേരളത്തിന്. 65.33 പോയിന്റ് ആണ് കേരളത്തിന്റെ പോയിന്റ്. അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബിനാണ് ഒന്നാം സ്ഥാനം. പഞ്ചാബിന്റെ പോയിന്റ് എത്രയാണ്? 68 പോയിന്റോടെയാണ് പഞ്ചാബ് ഒന്നാം സ്ഥാനത്തെത്തിയത്. കേരളത്തിന്റെ സ്ഥാനം രണ്ടാണ്. കേരളത്തിന് 65.33 പോയിന്റ് ആണ് കേരളത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന ദേശീയ പഠന നേട്ട സർവേയിൽ ഒന്നാമത് ചോദിച്ചാൽ പഞ്ചാബും രണ്ടാം സ്ഥാനം കേരളത്തിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും ഹരിത ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ഒഡീഷയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ ഔട്ട്റീച്ച്. റേഡിയോ ഔട്ട്റീച്ച് 90.8 FM. അപ്പോൾ പൂർണ്ണമായും ഹരിത ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ഒഡീഷയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ ഔട്ട്റീച്ച് 90.8 FM.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 കോഡ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് വാഷിംഗ്ടണിൽ വെച്ചാണ്. അപ്പോൾ 2025 കോഡ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? വാഷിംഗ്ടണിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ കർണാടക സർക്കാർ ആരംഭിച്ച വീട് തോറുമുള്ള നേത്ര പരിശോധനയ്ക്കുള്ള സംരംഭമാണ് ആശാ കിരണ. അപ്പോൾ കർണാടക സർക്കാർ ആരംഭിച്ച വീട് തോറുമുള്ള നേത്ര പരിശോധനയ്ക്കുള്ള സംരംഭം ചോദിച്ചാൽ ഏതാണ്? ആശാ കിരണ. ആശാ കിരണ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. ഇതിന്റെ ലക്ഷ്യം എന്താണ്? വീട് തോറും പോയി നേത്ര പരിശോധന നടത്തുന്നതിനുള്ള സംരംഭമാണ് ആശാ കിരണ. അപ്പോൾ കർണാടക സർക്കാർ ആരംഭിച്ച വീട് തോറുമുള്ള നേത്ര പരിശോധനയ്ക്കുള്ള സംരംഭമാണ് ആശാ കിരണ. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് നുവാപാഡ, ഒഡീഷ. ഒഡീഷയിലെ നുവാപാഡ ജില്ലയാണ് ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത്. അപ്പോൾ ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ഒഡീഷയിലെ റുവാപാഡ ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി. അപ്പോൾ ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് ചോദിച്ചാൽ എന്താണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഗ്രാമീണ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ഗരീബി മുക്ത് ഗാവ് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരമാണ് ദിവി വിജേഷ്. ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരമാണ് ദിവി വിജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ഖാനയുടെ ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന ലഭിച്ച ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഒമാന്റെ റോക്കറ്റ് ആണ് ദുഗം 2. അപ്പോൾ അടുത്തിടെ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ഒമാന്റെ റോക്കറ്റിന്റെ പേരാണ് ദുഗം 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിലെ നീലഗിരി കുനൂരിന് സമീപം കണ്ടെത്തിയ പുതിയ ഇനം ഗെക്കോ ഇനമാണ് ദ്രാവിഡോ ഗെക്കോ കുനൂർ. അപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരി കുനൂരിന് സമീപം കണ്ടെത്തിയ പുതിയ ഗെക്കോ ഇനമാണ് ദ്രാവിഡോ ഗെക്കോ കുനൂർ. ദ്രാവിഡോ ഗെക്കോ കുനൂർ. ഗെക്കോ എന്ന് പറയുന്ന ഒരിനം പല്ലി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ഗെക്കോ എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരി കുനൂരിന് സമീപം കണ്ടെത്തിയ പുതിയ ഗെക്കോ ഇനമാണ് ദ്രാവിഡോ ഗെക്കോ കുനൂർ. അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മാവേലിക്കര. മാവേലിക്കര താഴക്കരയാണ് രാജ്യത്തിലെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആസ്ഥ പൂനിയ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി നിയമിതയായ വ്യക്തി ആരാണ്? ആസ്ഥ പൂനിയ. അടുത്ത ക്വസ്റ്റ്യൻ ആർബിഐയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സീരീസ് ആണ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി. അപ്പോൾ RBIയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സീരീസ് ആണ് RBI അൺലോക്ക്ഡ് ബിയോണ്ട് ദ റുപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ശ്രീനഗർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ശ്രീനഗറിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ തുല്യതയുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ തുല്യതയുള്ള 4ാമത്തെ രാജ്യമായി മാറിയ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, അടുത്തിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വകഭേദമാണ് സ്ട്രാറ്റസ്. അപ്പോൾ അടുത്തിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വകഭേദം ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ക്രൊയേഷ്യയിലെ സാഗ്രെബിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഇവന്റിൽ റാപ്പിഡ് കിരീടം നേടിയ ഇന്ത്യൻ ചെസ് താരമാണ് ഡി ഗുഗേഷ്. ദൊമ്മരാജു ഗുഗേഷ് 2025 ക്രൊയേഷ്യയിലെ സാഗ്രെബിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഇവന്റിൽ റാപ്പിഡ് കിരീടം നേടിയ ഇന്ത്യൻ ചെസ് താരമാണ് ഡി ഗുഗേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, വനസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രീൻ പ്ലസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മേഘാലയ. അപ്പോൾ ഗ്രീൻ പ്ലസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മേഘാലയാണ് ഗ്രീൻ പ്ലസ് പദ്ധതി ആരംഭിച്ചത്. ലക്ഷ്യം ചോദിച്ചാൽ വനസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ പ്ലസ് പദ്ധതി. അപ്പോൾ വനസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രീൻ പ്ലസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പദ്ധതി ആരംഭിച്ച നഗരമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പദ്ധതി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പദ്ധതി ആരംഭിച്ച നഗരമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ ഡിജി പിന്നുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹൗസ് അഡ്രസ് പദ്ധതി ആരംഭിച്ച നഗരം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, TB ഡെത്ത് പ്രെഡിക്ഷൻ മോഡൽ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. TB ഡെത്ത് പ്രെഡിക്ഷൻ മോഡൽ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടെത്തിയ ക്യാരറ്റ് ജീരക കുടുംബത്തിൽപ്പെട്ട സസ്യ ഇനമാണ് പിണ്ട മുഖർജിയാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടെത്തിയ ക്യാരറ്റ് ജീരക കുടുംബത്തിൽപ്പെട്ട സസ്യ ഇനമാണ് പിണ്ട മുഖർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യക്കാരനാണ് സഞ്ജോങ് ഗുപ്ത. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഇന്ത്യക്കാരനാണ് സഞ്ജോങ് ഗുപ്തയാണ് ICCയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 11. 2025 ലോക ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 11. 3 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ ആകെ 11 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 3 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം. അപ്പോൾ 2025 ലോക ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 11 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 3 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത് പി കേശവദേവൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് ഡോക്ടർ ശശി തരൂർ. 21ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ശശി തരൂറാണ്. 50,000 രൂപയാണ് പുരസ്കാര തുക. 50,000 രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ 21ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ ശശി തരൂറാണ്. 50,000 രൂപയാണ് പുരസ്കാര തുക. അടുത്ത ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിൽ നിന്നും ഡൽഹി സർവകലാശാലയുടെ ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം തവളയാണ് ഗ്രാസിക്
സലസ് മെഡോജെൻസിസ്. അരുണാചൽ പ്രദേശിൽ നിന്നും ഡൽഹി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം തവളയാണ് ഗ്രാസിക് സലസ് മെഡോജെൻസിസ്. ഗ്രാസിക് സലസ് മെഡോജെൻസിസ്. ഇത് കണ്ടെത്തിയത് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ നിന്നാണ് കണ്ടെത്തിയത്. ഡൽഹി സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ തവള ഇനം കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യമായി യാത്ര സാധ്യമാക്കുന്നതിനായി സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കുന്നത് ഡൽഹിയാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യമായി യാത്ര സാധ്യമാക്കുന്നതിനായി സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിച്ചത് ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിര താമസക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ സ്ഥിര താമസക്കാരായ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങാപ്പാറയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? പാങ്ങാപ്പാറ, തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ശുചിത്വ സാഗരം സുന്ദര തീരം മികച്ച ജില്ലയായി തെരഞ്ഞെടുത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. ശുചിത്വ സാഗരം സുന്ദര തീരം മികച്ച ജില്ലയായി തിരഞ്ഞെടുത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദിനോസറുകളുടെ തുടക്കകാലത്ത് ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന പെട്രോസോറുകളുടെ 20.9 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് നോർത്ത് അമേരിക്കയിലെ പെട്രിഫൈഡ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ദിനോസറുകളുടെ തുടക്കകാലത്ത് ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന പെട്രോസോറുകളുടെ 20.9 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് നോർത്ത് അമേരിക്കയിലെ പെട്രിഫൈഡ് ഫോറസ്റ്റ് നാഷണൽ പാർക്കിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ശുചിത്വ ഐ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി സംവിധാനമാണ് ശുചിത്വ ഐ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യൻ വെൽ വിസ്റ്റിയ മിറാബിലിസ് ബഹുമതി ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യൻ വെൽ വിസ്റ്റിയ മിറാബിലിസ് ബഹുമതി ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമീബിയ സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ലോകത്തിലെ ആദ്യത്തെ മലേറിയ മരുന്നായി സ്വിസ് മെഡിക് അംഗീകരിച്ച മരുന്നാണ് കോർട്ടെ. നവജാത ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ മലേറിയ മരുന്നായി സ്വിസ് മെഡിക് അംഗീകരിച്ച മരുന്നാണ് കോർട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് അന്തിമ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് അന്തിമ അനുമതി ലഭിച്ച ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗതിശക്തി കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗതിശക്തി കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസലാണ് നിസ്ത. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസലിന്റെ പേരാണ് നിസ്ത.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്പിൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് സാബിഹ് ഖാൻ. ആപ്പിൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് സാബിഹ് ഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ആരാണ്? ചെറുതല പുത്തൻചുണ്ടനാണ്. പമ്പാ നദിയിൽ വെച്ചിട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്. അതില് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചെറുതല പുത്തൻചുണ്ടനാണ് 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കളായത്. അപ്പോൾ 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ ആരാണ്? ചെറുതല പുത്തൻചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് തുഴഞ്ഞത്. ഇനി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിൽ വെച്ചിട്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. 2025 ജേതാക്കൾ ആരാണ്? ചെറുതല പുത്തൻചുണ്ടനാണ് ജേതാക്കൾ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.